നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് യൂണിഫോം വെലോസിറ്റി. അതേപോലെ തന്നെ വേറൊരു ടോപ്പിക് കൂടി ഉണ്ട്, നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാറ് കൊടുത്തിട്ടുണ്ട്. ഈ കാറ് സഞ്ചരിക്കുകയാണ്. 0 സെക്കൻഡിൽ 0 മീറ്റർ സഞ്ചരിച്ചു, 1 സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡിൽ 20 മീറ്റർ, 3 സെക്കൻഡിൽ 30 മീറ്റർ. അങ്ങനെ ഈ കാറ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഡയറക്ഷൻ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ വെലോസിറ്റി ഈ 1 സെക്കൻഡിൽ എത്തുമ്പോൾ 10 മീറ്റർ സഞ്ചരിച്ചു നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ 10 ആണ് ബൈ 1, അതായത് 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി ഇവിടുത്തെ വെലോസിറ്റി ആകുമ്പോഴോ, വെലോസിറ്റി എന്ന് പറയുന്നത് 20/2, അപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെ ഓരോ സമയത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എല്ലാം കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ഈ കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസം അവിടെ സ്പീഡിന് വരുന്നില്ല. യൂണിഫോം വെലോസിറ്റിയുടെ കാര്യത്തിൽ വെലോസിറ്റിക്കായാലും അഥവാ സ്പീഡിനായാലും ഒരു വ്യത്യാസം കാണിക്കുന്നില്ല. അതേപോലെ തന്നെ ഡയറക്ഷൻ നോക്കിയേ, ഡയറക്ഷനും എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. യൂണിഫോം വെലോസിറ്റിയുടെ കാര്യത്തിൽ അവിടെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും. അതുപോലെ തന്നെ നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഈ രണ്ട് കാര്യങ്ങൾ ഈ യൂണിഫോം വെലോസിറ്റിയുടെ പ്രത്യേകതകളാണ്. ഇനി ഈ കോൺസ്റ്റൻറ്റ് സ്പീഡും നോ ചേഞ്ച് ഇൻ ഡയറക്ഷനും വേറൊരു വാചകത്തിൽ പറയുകയാണെങ്കിൽ നൈദർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ്. ഇവിടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ആ നമ്പർ അഥവാ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഈ യൂണിഫോം വെലോസിറ്റിയുടെ ഡയറക്ഷനും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അതിന് നൈദർ നോർ വെച്ചിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടത് യൂണിഫോം വെലോസിറ്റി പഠിച്ചു. ഇനി നോൺ യൂണിഫോം വെലോസിറ്റിയുടെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഡയറക്ഷന് അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നോൺ യൂണിഫോം വെലോസിറ്റിയിൽ. ഇവിടെ ഒരു കാറ് മൂവ് ചെയ്യാണ്. ഫസ്റ്റത്തെ ഫിഗറിൽ നോക്കുക, നേരെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. 0 സെക്കൻഡിൽ 0 മീറ്ററാണ് സഞ്ചരിച്ചത്, 1 സെക്കൻഡിൽ 10 മീറ്റർ, 2 സെക്കൻഡിൽ 30 മീറ്റർ, 3 സെക്കൻഡിൽ 40 മീറ്റർ. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി നിങ്ങളൊന്ന് നോക്കി. വെലോസിറ്റി എന്ന് പറഞ്ഞത് 10 ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ 10/1 എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ. എന്നാൽ ഇവിടുത്തെ നോക്കിയേ 30/2, ഇവിടെ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇവിടുത്തെ നോക്കിയേ 40/3, അതായത് 13.3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 10 ആണ്, പിന്നെ ഒന്ന് കൂടി 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇവിടെ വരുമ്പോൾ വീണ്ടും കുറഞ്ഞു 13.3. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാറ് ഒരു നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഇനി അടുത്ത ഫിഗർ നോക്കിയേ. ഇവിടെ കാറ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ, ഈ റൗണ്ട് പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് വരുന്നില്ല. ഇവിടെ നോക്കിയേ 10/1 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 20/2 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല, പക്ഷേ എന്തിന് ചേഞ്ച് വരുന്നുണ്ട്? ഡയറക്ഷൻ ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ സ്പീഡ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ആ കാറ് പോകുന്നത് നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ്. ഈ കാര്യങ്ങൾ നന്നായി പഠിക്കുക. യൂണിഫോം വെലോസിറ്റിക്കും നോൺ യൂണിഫോം വെലോസിറ്റിക്കും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ആദ്യം തന്നെ യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിൾസ് നോക്കാം. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്യൂം, അതായത് ശൂന്യതയിലൂടെ ലൈറ്റ് പ്രകാശം സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോട് കൂടിയാണ് സഞ്ചരിക്കുന്നത്. എത്രയാണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു യൂണിഫോം വെലോസിറ്റിയാണ്. ഇനി എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഇൻ സെയിം ഡയറക്ഷൻ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡായിരിക്കും, അഥവാ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരിക്കും ആ ട്രെയിൻ മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിൾ ആയിരിക്കും. ഇനി നോൺ യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. നമ്മൾ വളരെ ഉയരത്തിൽ നിന്ന് ഒരു സ്റ്റോൺ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോൺ താഴേക്ക് പോകും തോറും അതിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പീഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നോൺ യൂണിഫോം വെലോസിറ്റിയിലുള്ള എക്സാമ്പിളാണ്. അതുപോലെ തന്നെ എ ബസ് സ്റ്റാർട്ട് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിങ് ഫോർവേഡ്. ഇത് നമുക്ക് ആരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഒരു ബസ്
മൂവ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലൂടെ അല്ല എന്ന് നമുക്കറിയാം. ചിലപ്പോൾ സ്പീഡ് കൂടും, ചിലപ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ അതൊരു നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. ഇനി സ്വിങ്ങിങ് ഓൺ എ സ്വിങ്, ഊഞ്ഞാലാടുന്നത്. ഊഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നമുക്ക് ആടാൻ പറ്റില്ല. അതും ഒരു നോൺ യൂണിഫോം വെലോസിറ്റിയുടെ എക്സാമ്പിളാണ്. അടുത്തൊരു ടോപ്പിക്കാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്റ്റ് വെലോസിറ്റി ചേഞ്ചസ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ആക്സിലറേഷൻ എന്ന്. ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി ആക്സിലറേറ്റഡ് ആയി, അഥവാ അതിന് ആക്സിലറേഷൻ സംഭവിച്ചെന്ന് നമുക്ക് പറയാം. ഇനി ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷൻ ഉണ്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ അഥവാ ഒരു ന്യൂമറിക്കൽ വെച്ചിട്ട് നമുക്ക് ഈ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം ക്വാണ്ടിറ്റീസാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി യൂണിറ്റ് എന്ന് പറഞ്ഞത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് m(-2) ഇങ്ങനെയും നമുക്ക് എഴുതാം. ആക്സിലറേഷൻ്റെ ഫോർമുലയാണ് ഇത്, ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഒരു കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 0 സെക്കൻഡിൽ ടൈം കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡിൽ ആ കാറ് മൂവ് ചെയ്യുകയാണ്. 2 സെക്കൻഡ് ആകുമ്പോഴേക്കും 4 മീറ്റർ പെർ സെക്കൻഡ്, 4 സെക്കൻഡിൽ 8 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് കാറ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എയിന്ന് ബിയിലോട്ട് ഈ കാറ് പോവാണ്. എയിന്ന് ബിയിലോട്ട്, അതായത് ഇവിടം വരെ. അപ്പോൾ ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരിക്കും, ആദ്യത്തെ വെലോസിറ്റി. അതായത് എയിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ആ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി, അഥവാ സ്മോൾ ലെറ്റർ യു വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് എയിന്ന് ബിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫൈനൽ വെലോസിറ്റി എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ, അതായത് ബിയിലെത്തുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്. അത് വി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനീഷ്യൽ വെലോസിറ്റിയും പഠിച്ചു, ഫൈനൽ വെലോസിറ്റിയും പഠിച്ചു. ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഫോർമുല തയ്യാറാക്കുന്നത്. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഇതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞത് വി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ എയിന്ന് ബിയിലേക്കാണ് ടൈം. അപ്പോൾ 2 - 0, അതായത് 4 - 0 4, 2 - 0 2. എത്ര വരും? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് എഴുതാൻ മറക്കരുത്, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇങ്ങനെ നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെ ഒരു കാറ് മൂവ് ചെയ്യാണ്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി നമ്മളെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? യു വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഇനീഷ്യൽ വെലോസിറ്റി സ്മോൾ ലെറ്റർ യു വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ആൻ ആക്സിലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എ സ്മോൾ ലെറ്റർ എ ആണ് ആക്സിലറേഷൻ ഉപയോഗിക്കുന്നത്. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് കാർ ആഫ്റ്റർ 2 സെക്കൻഡ്. കണ്ട, 2 സെക്കൻഡിന് ശേഷം. അപ്പോൾ ടൈം എന്ന് പറഞ്ഞത് 2 സെക്കൻഡാണ് നമുക്ക് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫൈനൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫൈനൽ വെലോസിറ്റി വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചോദ്യത്തിൽ നിന്ന് തന്നെ കറക്റ്റ് മനസ്സിലാക്കി എന്തൊക്കെ തന്നേക്കണമെന്ന് എടുത്ത് എഴുതിയിട്ട് വേണം നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി ആണ്. നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടീനെ ഇങ്ങോട്ട് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ എടുക്കുന്നതുകൊണ്ട് അത് ന്യൂമറേറ്ററിലേക്ക് വരും. എ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. ഇനി വീന് ഇവിടെ തന്നെ നിർത്താം. ഏതാണ് കണ്ടുപിടിക്കേണ്ടത്, അത് എവിടെയാണുള്ളത്, അത് അവിടെ തന്നെ നിർത്താം. വി എന്ന് പറഞ്ഞത്
AT പ്ലസ് യു, അതായത് മൈനസ് യുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് യു ആയിട്ട് മാറും. ഇനി സാധാരണ പോലെ തിരിച്ചെഴുതാം. വി എന്ന് പറഞ്ഞത് യു പ്ലസ് AT. ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ യു പ്ലസ് AT പഠിച്ചിരുന്നോ, ഇങ്ങനെ തിരിച്ചെഴുതാനോ നിൽക്കണ്ട. വി എന്ന് പറഞ്ഞത് യു പ്ലസ് AT ആണ്. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്ന് പറയുമ്പോൾ വി ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞത് 10 ആണ്, പ്ലസ് എ എന്ന് പറഞ്ഞത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഇൻറ്റു 2. വി ഈസ് ഈക്വൽ ടു 10 പ്ലസ് 2 ഇൻറ്റു 5 10. അപ്പോൾ വി എന്ന് പറഞ്ഞത് 20. വി എന്ന് പറഞ്ഞത് ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് അവിടെ എഴുതിയിരിക്കണം. അപ്പോൾ വി എന്ന് പറഞ്ഞത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഫ്രം 4 മീറ്റർ പെർ സെക്കൻഡ് ടു 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 4 സെക്കൻഡ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 28 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. എത്ര സമയം കൊണ്ട്? 4 സെക്കൻഡ് കൊണ്ടാണ് മാറിയത്. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എടുത്ത് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി, അതായത് യു, ഇനീഷ്യൽ വെലോസിറ്റി ഒന്നും എഴുതാൻ നിൽക്കണ്ട. യു എന്ന് പറഞ്ഞത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത വെലോസിറ്റി എത്രയാണ്? എന്തിലോട്ടാണോ ചേഞ്ച് ചെയ്തത് അതാണ് ഫൈനൽ വെലോസിറ്റി. വി എന്ന് പറഞ്ഞത് 28 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം നമുക്കിവിടെ തന്നിട്ടുണ്ട്, 4 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എന്ന് പറയുന്നത് 28 ആണ്, മൈനസ് യു എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ 4. 28 മൈനസ് 4 എത്രയാണ്? 24 ഡിവൈഡഡ് ബൈ 4. 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.